മത്തങ്ങ ഇഷ്ടമില്ലാത്തവർ പോലും ചോദിച്ച് വാങ്ങി കഴിക്കും വിധം ഒരു കറിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. മത്തങ്ങയുടെ കൂടെ ഒരു കഷ്ണം പച്ചക്കായും ക്യാരറ്റും ചെറുപയറും എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി കറി ഉണ്ടാക്കി. ഈ ഒരു കറി മാത്രം മതി വയറ് നിറയെ ചോറുണ്ണാൻ. അങ്ങനെ ഒരു കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു അതിലേക്ക് ചെറുപയർ ഇട്ട് കൊടുത്തു. ചെറുപയർ തലേന്ന് കുതിർത്തതാണ്. പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റും പച്ചക്കായും മത്തങ്ങയും എല്ലാം ചേർത്ത് കൊടുത്തു. അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 2-3 വിസിൽ മാത്രം മതി. നിങ്ങളാരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതെന്തായാലും ഉണ്ടാക്കി നോക്കണേ, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. പിന്നെ ഒരു 2-3 പച്ചമുളകും നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. എരിവിനാവശ്യമായ പച്ചമുളക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കാശ്മീരി ചില്ലി പൗഡർ ഇത്രയും ചേർത്താൽ കറിക്ക് നല്ല കളറ് കിട്ടും. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ഇങ്ങനെ ഒരു കറി വെച്ചാൽ ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെ കൂടെയെല്ലാം കഴിക്കാം. പിന്നെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുകയും ചെയ്യും. നമുക്ക് എവിടെയെങ്കിലും തിരക്കിട്ടിട്ട് പോകാനുണ്ടെങ്കിൽ കുറേ കറികൾ ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കിയാൽ മതി. നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. മത്തൻ പായസവും മത്തൻ എങ്ങനെ കറി വെച്ചാലും നല്ല രുചി തന്നെ. നമ്മൾ മത്തന് ചെറുപയർ മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ ഉള്ള പച്ചക്കറി മൊത്തം ഇട്ടിട്ട് ഒരു കൂട്ടുകറി പോലെ ഉള്ളത്. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയും നല്ല ജീരകവും കൂടി അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സ്കൂളൊക്കെ തുറക്കാറായില്ലേ, അപ്പോൾ ചോറ് കൊണ്ടുപോകുന്ന കുട്ടികൾക്കും ദോശയോ ചപ്പാത്തിയോ എന്ത് കൊണ്ടുപോകുന്നതിനും ഇത് നല്ലോണം ചേരുന്നൊരു കറിയാണ്. എല്ലാ ഉമ്മമാർക്കും അമ്മമാർക്കും സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്ക് എന്ത് കൊടുത്തു വിടുന്നുള്ള ചിന്തയായിരിക്കും ഇപ്പോൾ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്ക്, പിള്ളേർ പിന്നെയും പിന്നെയും ചോദിച്ച് വരും. അങ്ങനെ നമ്മളെ കുക്കറിൻ്റെ എയറെല്ലാം പോയി പച്ചക്കറിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. പച്ചക്കറിയൊക്കെ നന്നായി ഉടച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് അരച്ച് വെച്ച തേങ്ങ വെച്ച് കൊടുക്കാം. നല്ല ജീരകവും 2 അല്ലി വെളുത്തുള്ളിയും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല തേങ്ങ അരക്കുമ്പോൾ. കാരണം കറിയിൽ നല്ല വെള്ളമുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളം ഊറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കുറയും. അപ്പോൾ കറിയിലുള്ള വെള്ളത്തിൽ തന്നെ ഈ തേങ്ങ അരപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് കുറുകാൻ വെച്ചേക്കണേ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ലൈക്കും കമൻറ്റും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. അങ്ങനെ നമ്മളെ മത്തൻ കറിയെല്ലാം നല്ല കുറുകി വരുന്നുണ്ട്. പച്ചക്കറി കഴിക്കാൻ മടിയുള്ള പിള്ളേർക്കെല്ലാം നല്ല പറ്റിയ കറിയായത്. നല്ല തേങ്ങ അരച്ച ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ കുശാലായിട്ട് ഭക്ഷണം കഴിക്കാം. മീനൊന്നും വേണമെന്നേ ഇല്ല. അങ്ങനെ നമ്മൾ കറി മറ്റൊരു പാത്രത്തിലാക്കി നല്ലവണ്ണം തിളപ്പിച്ച ശേഷം ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്നെല്ലാം ഇടയ്ക്ക് നോക്കുന്നുണ്ട്. പിന്നെ ഒരു ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. എല്ലാ പച്ചക്കറിയിലും കടുക് കാച്ചി ഒഴിക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലത്. അതാ കൂടുതൽ ടേസ്റ്റും നല്ല മണവും എല്ലാം കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ വേണം. അങ്ങനെ കടുകെല്ലാം പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും ചേർന്ന് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. പിന്നീട് ലാസ്റ്റ് തിളച്ച് വരുമ്പോൾ അതിലേക്ക് എനിക്ക് കായം ഭയങ്കര ഇഷ്ടമാണ്, കായത്തിൻ്റെ മണം. അതുകൊണ്ട് കായത്തിൻ്റെ പൊടി കുറച്ച് വിതറി കൊടുക്കുന്നുണ്ട്. കായം ചേർക്കുന്നത് കാണിച്ചിട്ടില്ലേ. പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല സ്മെല്ലായിരിക്കും കറിക്ക്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മളെ കടുകും കറിവേപ്പിലയും എല്ലാം മൂത്ത് വരുന്നുണ്ട്. എല്ലാം കൂടി ആ കറിയിൽ ഒഴിക്കുമ്പോഴുള്ളൊരു സ്മെല്ലുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ വയ്യേ. ഒരു 2-3 വറ്റൽമുളകും കൂടി ഉണ്ട്, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഭംഗിക്കിരിക്കട്ടെ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൊതി വരുന്നില്ലേ? പെട്ടെന്ന് പോയി ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ തൽക്കാലം നമ്മൾ പോകുന്നുണ്ട്. ടാറ്റാ, ബൈ ബൈ.